ഹലോ മച്ചാമാരെ, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പുതിയ ഗെയിമാണ്. ഈ ഗെയിമിനെ കുറിച്ച് കളിച്ചിട്ടുണ്ട്. ഈ ഗെയിമിൻ്റെ പേരാണ് സ്കൂൾ പാർട്ടി സ്കൂൾ പാർട്ടി ക്രാഫ്റ്റ്. പാർട്ടിയല്ല, പാർട്ടി സ്കൂൾ പാർട്ടി ക്രാഫ്റ്റ്. ഇത് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും എപ്പിയാണ് മച്ചാമാരെ. അത് കുറേ വെടിയപ്പ് സംഭവമൊക്കെ ഉണ്ട്. പിന്നെ കുറേ ഡെവലപ്പറാണ്. കുറച്ച് ഗെയിം ഞാൻ കളിച്ചിട്ടുണ്ട്. പിന്നെ കുറേ തോക്കുകളൊക്കെ ഉണ്ട് വെച്ചാൽ ഇതാണ് എൻ്റെ ഏറ്റവും പവർഫുള്ളായ തോക്ക്. ഇതാണ് എൻ്റെ ഏറ്റവും പവർഫുള്ളായ തോക്ക്. ഒറ്റ വീഡിയോക്ക് എല്ലാവരും ചാവും. അല്ല അതങ്ങനെ ഇത്ര ചേർത്തപ്പോൾ അതിന് ഒരാളിങ്ങനെ ചാവാതെ നമ്മൾ ഇടിച്ചതാ. പിന്നെ ഇതിനകത്ത് കുറച്ച് ചീറ്റ് കോഡൊക്കെ ഉണ്ട്, പരിചയപ്പെടുത്തി തരാം. ഒരു പ്രത്യേക ചീറ്റ് കോഡുണ്ട് പൈസ കിട്ടാനുള്ള. ഇവിടുന്ന് നമുക്ക് ആ ചീറ്റ് കോഡ് ചെയ്താൽ ഇവിടെയുള്ള NPCs ഒക്കെ എടുത്തുകൊണ്ട് പോകും. ഇത് പിന്നെ ഒരു ഓൺലൈൻ ഗെയിം അല്ല, പേര് കാണത്തേ ഉള്ളു. പക്ഷേ ഇതൊരു ഓൺലൈൻ ഗെയിമൊന്നുമല്ല. നമുക്ക് ആ ചീറ്റ് കോഡ് വേണമെങ്കിൽ നമ്മളാദ്യം സൈഡിൽ കാണുന്ന ഈ സാധനം കുറിച്ച് വെക്കണം. അതിൽ സെറ്റിങ്സിൽ പോകണം. സെറ്റിങ്സിൽ പോയിട്ട് അഡ്വാൻസ്ഡ് സെറ്റിങ്സിൽ പോകണം. അതിനകത്ത് ചീറ്റ് കോഡ്സ് ലിസ്റ്റ് കൊടുക്കും. അതിനകത്ത് നോക്കിയിട്ട് കോയിൻ ബോണസ് എന്നുണ്ടെങ്കിൽ ആദ്യത്തെ കണ്ടോ, അത് ചീറ്റ് കോഡാണ് 0000005550000. പിന്നെ ബഗ്സ് ബോണസ്, അതായത് നമുക്ക് നോട്ടായിട്ട് കിട്ടണമെങ്കിൽ 55501055. ഇപ്പോൾ ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഇട്ട് പോവാ, എൻ്റെ ചീറ്റ് കോഡ് കൊടുക്കണം 00055 അല്ല എന്തോ കാണിക്കുന്നത്. അയ്യോ, ഒന്നുകൂടെ കാണിച്ചു തരാം. 555000 കൊടുത്താൽ കണ്ട പൈസ വിടാന്നുണ്ട്. നമ്മൾ എന്ന് കാണിച്ചു തരാം. ഫോണല്ല, സെറ്റിങ്സിൽ പോവുക. അഡ്വാൻസ് സെറ്റിങ്സ്, എൻ്റെ ചീറ്റ് കോഡ് 000055500. കണ്ട. ഇനി നമുക്ക് നോട്ടായിട്ട് കിട്ടണമെങ്കിൽ ചീറ്റ് കോഡിൽ പോയിട്ട് 555101555. ഇത് വർക്കാവാത്തേ തെറ്റ് ചെയ്തു ഞാൻ. നോക്കട്ടെ. 1010 ആയിരുന്നു. സോറി വെച്ചാൽ അവിടെ നിന്ന് പൈസ നോട്ട്. അയ്യോ, എടുക്കട്ട് കുറേ പൈസ കിട്ടി. ഇപ്പോൾ നമ്മുടെ കയ്യിൽ $1932 ഉണ്ട് വെച്ചാൽ. ഇതിനകത്ത് എനിക്ക് ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതൊന്നും അല്ലായിരിക്കും. നമുക്ക് ഇതിനകത്ത് ഇതൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ആദ്യമൊക്കെ ചീക്കോടാണ് ചേരട്ടെ. ഇത് ഭയങ്കര കഷ്ടപ്പാടാണല്ലോ. 55501055. ഇത് കറക്റ്റാണോ? നോട്ട് ഡോളറാണ്. ഇനി നമുക്ക് ഇതിനകത്തില്ലേ ഇതിനകത്ത് നമ്മൾ സെറ്റിങ്സ് അല്ല, നമ്മുടെ ലുക്ക് മാറ്റാൻ പറ്റും. ഇതായത് കാണുന്ന പ്രൊഫൈലായിട്ടോട്ട് പോവുക. ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഏറ്റവും ടോപ്പ് ഇൻഫോയിൽ ആദ്യം കാണുന്ന സംഭവം വെക്കുക. നമ്മുടെ ഇത് വരും. ഇപ്പോൾ കണ്ട് കൊടുത്തേക്കുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ്. പേരെടുത്ത് മുഹമ്മദ് ഷേഖ് എന്നാണ്. ഇത് പേര് ID ഒക്കെ കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ സ്കിന്ന് മാറ്റാൻ പറ്റും. ഇപ്പം എൻ്റെ ഈ സ്കിന്നാണ്. ഈ സ്കിന്നാക്കാം. ഇപ്പോൾ കറണ്ട് സ്കിൻ ഇതാണ് ഞാൻ വെച്ചേക്കുന്നത്. പിന്നെ ബാഗ് മാറ്റാൻ പറ്റും. ഇപ്പോൾ കറണ്ട് ബാഗ് ഇതാണ്. ഇത് മാറ്റാം, ഇത് വെക്കാം, ഇത് മാറ്റാം, തൊപ്പി മാറ്റാം, ഹെഡ്സെറ്റ് വെക്കാം, ഇതൊക്കെ പറ്റും. പിന്നെ ഷൂസ് മാറ്റാം. പിന്നെ നമുക്ക് വേറെ ഉള്ള വീടാണ്. എനിക്കൊരു കാറുണ്ട്. കാർ എനിക്കല്ല, സോറി. ഇവിടെ കുറേ പറക്കാൻ പറ്റുന്ന ബൈക്കൊക്കെ ഉണ്ട്. കണ്ടു വെച്ചാൽ നമ്മൾ പറന്ന് നമ്മുടെ വീട്ടിലോട്ട് പോവാം. എനിക്ക് 2 വീടുണ്ട്. ശരിക്കും ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു വീടാണ് കാണിച്ചത്. നമ്മൾ കുറച്ച് അപ്ഗ്രേഡ് ആയിട്ടാണ് ഗെയിം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ടാണ്. പിന്നെ പൈസ കൊടുക്കണം വീടൊക്കെ പുതിയ മേടിക്കണമെങ്കിൽ. ഇതാണ് എൻ്റെ ആദ്യത്തെ വീട്. നിങ്ങൾക്ക് കളി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതായിരിക്കും ആദ്യത്തെ വീട്. നിങ്ങൾക്ക് വലിയുണ്ട് കാണിച്ചാൽ മാൻഷൻ. വലിയ മാൻഷനാണ്. അങ്ങോട്ട് പോകണം. ഇവിടുത്തെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള മാൻഷൻ ഈ മാൻഷനാണ് മുമ്പിൽ കാണുന്നത്. ഭയങ്കര വിലയാണ്. $5000 $6000 ഉണ്ട്.
130 രൂപയായിട്ടുണ്ട്. ഇതാണ് എൻ്റെ രണ്ടാമത്തെ മാൻഷൻ. എനിക്കൊക്കെ 2 മാൻഷനേ ഉള്ളു. നമുക്ക് ഇതിനെ സ്റ്റെപ്പൊക്കെ കയറാൻ പറ്റും. ഇവിടെ നമുക്ക് ചാടി മേട്ടൊക്കെ കയറാൻ പറ്റും. ഇപ്പോൾ വേണ്ട. പിന്നെ ഇവിടെ മാപ്പ് ഉണ്ടാവും മച്ചാന്മാരെ. ഇവിടെ മഴയുള്ള മാപ്പ്. പിന്നെ നമുക്ക് ഇവിടെ ബീച്ചൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. പിന്നെ വേറൊരു സംഭവമാണ് മച്ചാന്മാരെ, നമ്മൾ ഈ റൈറ്റ് സൈഡിലേക്ക് ടോപ്പിൽ കാണുന്ന കാർഡിൻ്റെ ചിഹ്നമില്ലേ, ഫോൺ വിളിക്കുന്നതിൻ്റെ പിടിച്ച് നിൽക്കാൻ നമുക്ക് കുറേ ഉണ്ട്. നമുക്ക് ആൾക്കാർ വിളിക്കാൻ പറ്റും. ആദ്യമേ നമുക്ക് 3 പേരെ കാണത്തുള്ളൂ, പിന്നെ ആയിരിക്കും കുറേ പേര് കാണുന്നത്. നമുക്ക് കുറേ പേര് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഇപ്പോൾ ഒരാൾ ഇവിടെ ഇരിക്കുന്നില്ലേ, അവരെ പിടിച്ച് നിൽക്കണം. അപ്പം നമുക്ക് ആഡ് കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞ് റൈറ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിൽ കാണാൻ പറ്റും. നമ്മൾ നിൽക്കണം. അപ്പോൾ നമ്മൾ കോണ്ടാക്റ്റിലോട്ട് വന്നിട്ടുണ്ട്. കൺട്രി ഏതാ? എന്നിട്ട് ഇത് പേരെന്താ? പ്രോ ടോസ്റ്റാർ. ഇപ്പോൾ നമ്മൾ കാലിലോട്ട് പോയിട്ട് ഏറ്റവും ലാസ്റ്റ് നോക്കിയാൽ പ്രോ ടോസ്റ്റാർ ആ പേര് വന്നുണ്ടോ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ നമുക്ക് പിന്നെ വേറെ പ്രത്യേകതയുണ്ട്. നമുക്ക് വണ്ടിയില്ലാതെ തന്നെ ട്രാവൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ മാപ്പിൽ സമ്പത്തിൽ പിടിച്ച് നിൽക്കാൻ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. ഈ ലവ് ചിഹ്നം കളിക്കുന്ന അവിടെയാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. പിന്നെ നമുക്ക് പാട്ടിലോട്ട് പോകാൻ പറ്റും. ഇത് 3D ലുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആക്കാൻ പറ്റും. 3D ലുക്ക് നമുക്ക് പൂളിലോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ പൂളിലെത്തി ഒരു 3D നക്കിയിട്ട് ഗ്യാസ് സ്റ്റേഷനിൽ പോകണം അല്ലെങ്കിൽ മാർക്കറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ പിടിച്ച് മാർക്കറ്റിലെത്തി. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ പിന്നെ നമുക്ക് മാർക്കറ്റിലെത്തിയില്ലേ, ഇവിടെ കുറേ ഗൺ സ്റ്റോറൊക്കെ ഉണ്ട്. ഒരു ഗണ്ണ് വെച്ചിട്ട് പോയേക്കാം. ഇങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ ഗണ്ണുണ്ട്, വലിയ വലിയ ഗണ്ണുണ്ട്. ഇത് ഷോർട്ട് ഗണ്ണാണ്. ഇതിൻ്റെ ഓൾറെഡി ഉള്ള തോക്കാണ്. അതൊക്കെ കൊള്ളാലോ. പിന്നെ ഇതാണ് എൻ്റെ കറണ്ടാണ്. ഇത് മേടിച്ചിട്ടില്ല, ഇത് കറണ്ടാണ്. ഇത് എൻ്റെ ഇത് സീൻ തോക്കാം കേട്ടോ. നല്ല പവർഫുള്ളാണ്. ഇതൊന്ന് മേടിച്ചാലോ. അയ്യോ പൈസ ഇല്ല, $48 ഉള്ളു. കോയിനാ കൂടുതലുള്ള, ശ്രദ്ധിച്ച്. പക്ഷേ നല്ല കുറേ ഗണ്ണൊക്കെ ഉണ്ട് കണ്ടോ. മെഷീൻ ഗണ്ണ്, മിനി ഗണ്ണ്, നല്ല കുറേ ഗണ്ണൊക്കെ ഉണ്ട്. നമുക്കൊക്കെ മേടിക്കാം നാളാവട്ടെ. പിന്നെ കളർ ബോംബൊക്കെ ഉണ്ട്. അതായത് ഇഷ്ടമല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് നോക്കിയതാണ് മച്ചാന്മാർ. ഇതിനകത്ത് തന്നെ നമുക്ക് ഷോർട്ട് ഗൺ അല്ലേ, പിസ്റ്റളാണോ? റിവോൾവർ കണ്ടിട്ട് ഷോർട്ട് ഗണ്ണോട്ടുണ്ട്. വലിപ്പം അറിഞ്ഞാലേ മേടിക്കത്തുള്ളൂ. ഇതെൻ്റെ ഉള്ളതാണ്. ഇത് കാണുമ്പോൾ തോന്നും ലേസർ ഇടുന്നതാണ്, പക്ഷെ അതൊന്നും ഇല്ല. സാധാരണ പുതിയ തോക്കല്ലാണ്. ഇതൊന്ന് മേടിച്ചാലാ. ഇതാണ് ശരിക്കും ഷോർട്ട് ഗണ്ണ്. ഇതിൻ്റെ ഉള്ളതാണ്. ഇതുകൊണ്ട് ഞാൻ മേടിച്ചേക്കാം. ഇതും മേടിച്ചേക്കാം. ഇതും 3 ഗണ്ണ്. എൻ്റെ പൊന്നോ, കത്തി പൈസ പൊട്ടി. ഇനി $802 ഉള്ളു. ഇതാണ് പുതിയ കണ്ണ്. ഇതിൽ ഊളകണ്ണ. അടുത്ത് നോക്കട്ടെ. ഇതല്ല അടുത്ത് മേടിച്ച. ഇത് പിന്നെ കുഴപ്പമില്ല, അതിനേക്കാളും കുഴപ്പമില്ല. ഒറ്റയടിക്ക് ആൾക്കാർ വീഴുന്നുണ്ട്, കണ്ടില്ലേ? ഒറ്റയടിക്ക് ആൾക്കാർ വീഴുന്നുണ്ട്. വെടിക്കണം, കൊള്ളണം അവൻ്റെ അടുത്ത്. കണ്ട ഒറ്റയടിക്ക് ആൾക്കാർ വീഴുന്നുണ്ട്. ഇത് പിന്നെ കൊള്ളാം. വെടി വെച്ച് നോക്കട്ടെ. ഇത് അത്രയും പവർഫുൾ, അതിൻ്റെ അത്രയും പവർഫുൾ അല്ല. പിന്നെ നമുക്കിത് ഏരിയ ഇൻക്രീസ് ആക്കാൻ പറ്റും. നമുക്ക് പിന്നെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ സെല്ല് ചെയ്യാനും പറ്റും. അപ്പം എൻ്റെ വീടിൻ്റെ ഉൾവശമൊക്കെ കാണിച്ചാൽ, എൻ്റെ ആദ്യത്തെ വീടിൻ്റെ ഉൾവശം കാണിച്ചാൽ നമുക്ക് അത്ര എല്ലാം കൊണ്ട് എടുക്കാൻ പറ്റും. ഈ കുറേ പറക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിർത്തിക്കേ. പിന്നെ ഇവിടെ പറക്കാൻ ആളുടെ എന്തോ എടുത്ത് ഇറങ്ങിയായിരുന്നു, ശ്രദ്ധിച്ചില്ല. ഇതാണ് എൻ്റെ ആദ്യത്തെ വീട്. ഇത് പിന്നെ NPC അല്ല, സോറി, ഓൺലൈൻ അല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നമുക്ക് ഇവിടുത്തെ NPCസിനെയൊക്കെ സെറ്റ് ചെയ്യാം, അവരുടെ മോഡും കാര്യങ്ങളൊക്കെ. ഇത് പിന്നെ ആദ്യം കാണത്തില്ല. ഇത് ഞാൻ മേടിച്ചതാണ് കടയിൽ നിന്ന്, മാർക്കറ്റിൽ പോയിട്ട്. ഇതൊക്കെ മാർക്കറ്റിൽ പോയിട്ട് മേടിച്ചല്ല, ഇത് മാത്രമേ ഞാൻ മാർക്കറ്റിൽ പോയിട്ട് മേടിച്ചുള്ളൂ. ഈ സെറ്റപ്പ്. പിന്നെ എനിക്ക് ബെഡിൽ കിടന്ന് ഉറങ്ങാം. സമയമൊക്കെ ഇങ്ങനെ പോയിപ്പിക്കാം. കണ്ടോ, അത് നിങ്ങൾ ആകാശത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഈ സൈഡ് ഇങ്ങനെ മാറ്റും തോറും ഡേ ടൈം മാറുന്നുണ്ടോ. പകലായിട്ടുണ്ട്, പകലല്ല സോറി, വൈകുന്നേരം. പച്ചമ്മനെ ഞാൻ അറിയോടെ ചില്ലില്ലേ പൊട്ടിച്ചു പോയി, അതുകൊണ്ടാണ് ഈ സാധനം കയറ്റി വെച്ചേക്കുന്നത്.
പിന്നെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതാക്കി ഇത്രയുള്ള സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് സംഭവം കളിച്ചിട്ടാൻ വെച്ചാൽ പറയാം. ഞാൻ സംഭവം നിങ്ങൾ കളിച്ചത് നിങ്ങളപ്പോൾ വിചാരിക്കും ഇത്രയുള്ള സ്വിമ്മിംഗ് പൂൾ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു മാജിക്ക്. നിങ്ങൾ പോളിലോട്ട് വന്ന് നോക്ക് മച്ചാന്മാരെ, എന്തോ സ്വിമ്മിംഗ് പൂളാണ്. ആ പൂളെന്ന് പറയുന്ന സംഭവം പൂളെന്ന് പറഞ്ഞ ഏരിയ പോലും ഇത്രയും നല്ല ഇത്. പിന്നെ പറയാൻ പറഞ്ഞു എൻ്റെ നല്ല തോക്കൊക്കെ ഉണ്ട്. ഇവിടെ കൊന്നാലാ? ഇതാണ് എൻ്റെ പവർഫുൾ തോക്ക്. ഇതാണ് പോലും എല്ലാത്തിനും ഉണ്ട്. എൻ്റെ വീട്ടിൽ എല്ലാത്തിനും ഉണ്ട്. പിന്നെ ക്യാമറ സെറ്റ് ചെയ്തേക്കാൻ പറ്റും, ഡാൻസ് കളിക്കാൻ പറ്റും, തോക്കിന് മാറ്റി ഡാൻസ് കളിക്കാം. നമുക്ക് പിന്നില്ലേ കൺട്രീസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മാറ്റാം. ഇതുകൊണ്ട് ഇതാണ് മറ്റേ ഞാൻ ഇപ്പോൾ മേടിച്ച വീടില്ലേ അതിനേക്കാളും ഭയങ്കര വലിയ പൈസ കൂടിയ വീടാണ്. ഒരു വീടല്ല, മാൻഷൻ. വില്ല ഒരു വില്ലയാണ്. പിന്നെ എൻ്റെ അടുത്ത ഉദ്ദേശം മേടിക്കാൻ ഇതാണ്. നമുക്ക് ഈ ഉള്ളോട് കയറുമ്പോൾ മോഡേൺ വില്ല ബൈന്ന് കാണിക്കാൻ പറ്റും. വ്യൂ 3300 എൻ്റെ പൊന്നിനൊന്നും ഇല്ല, മേടിക്കാൻ പറ്റും. നോക്കട്ടെ, എനിക്ക് വലിയ സെറ്റപ്പിടും തോന്നുന്നില്ല മച്ചാമരെ. കാരണം എൻ്റെ അതേ വീടിൻ്റെ അതേ ലുക്ക് എൻ്റെ മറ്റേ വീടിൻ്റെ അതേ ലുക്ക് കുറച്ച്. പക്ഷെ മേളിൽ എൻ്റെ വീട്ടിൽ പൂന്തോട്ടം ഉണ്ട്, പക്ഷെ ഇവിടെ അതില്ല. ഇതൊരു ഊച്ചാളി വീടാണോ അവിടെ? അല്ല, വില്ലയാണോ അവിടെ? പിന്നെ ഇവിടെ ആയിട്ട് ഒരു ഗേറ്റ് ഉണ്ട്, പക്ഷെ ഇതിനകത്ത് അതില്ല. അപ്പം ഇത് മേടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ചാടിയൊക്കെ ഇറങ്ങാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ഫെരാറി, ലംബോർഗിനി, ബുഗാട്ടി എന്ന കാറൊക്കെ എല്ലാം ഉണ്ട്. സൂപ്പറൊന്നും ഇല്ല, നിങ്ങൾ നോക്കണ്ട. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ മാൻഷനാണ് ഇത്. വില്ലയാണോ മാൻഷനാണോ അറിയത്തില്ല. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ, അതായത് ഏറ്റവും വലിയ വില്ലയാണോന്ന് അറിയത്തില്ല. നോക്കട്ടെ, ഇത് മാൻഷനാണ് വെച്ചാൽ ഇതാണ് ഏറ്റവും വലുത് ഈ ഹോം ഏരിയ തന്നെ. ഇതിന് ഏകദേശം 6300 പൈസയാണ് വരെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഏറ്റവും കൂടുതൽ 6000 എന്താ കണ്ടായിരുന്നു. ഇതാണത് ഏറ്റവും പൈസ കൂടിയത്. ഇതാണ് രണ്ടാമത്തെ. നമ്മളിപ്പം ആദ്യത്തെ വീടില്ല, അതാണ് രണ്ടാമത്തേത് തോന്നുന്നു. എനിക്ക് നല്ല ഓർമ്മയില്ല, പക്ഷെ ഏറ്റവും വലുത് തന്നെയാണ് ഈ ഉറപ്പ്. പക്ഷേ ഇവിടെ സ്വിമ്മിംഗ് പൂളില്ല. സിമ്പിൾ ഉണ്ടെന്ന് തോന്നുന്നു, നോക്കട്ടെ ഒന്ന്. ഞാൻ ഇവിടുന്ന് ഇങ്ങനെ പുറത്തു കൂടെ ബാത്റൂം ഇരിക്കട്ടെ, മുക്കിട്ടോ. പുറത്തോടെ ഇറങ്ങടേ. സ്വിമ്മിംഗ് പൂളാണ് നോക്കട്ടെ ബാക്കിലായിട്ട് ഒന്ന് തോന്നുന്നു. ഇല്ല അച്ഛാമാരെ, ഇല്ല. ചാടിച്ചാടിയോ എന്നെ വെടിച്ച് ഉരുന്നേ. ഇവിടെ കുറച്ച് ഹങ്കാരികളാണ് ഈ വീട് നോക്കുന്നത്. ഇവിടെ ചെറിയൊരു സ്വിമ്മിംഗ് പൂളെന്ന് വെച്ചാൽ ഒരു വലിയ പൂന്തോട്ടവും കണ്ടു വെച്ചാൽ അമേരിക്കൻ ഹൗസ്. ഇത് വീടാണോ? ഓ, വീടല്ലേ, ഇപ്പോൾ മനസ്സിലായ. പിന്നെ വേറെ സ്വിമ്മിംഗ് പൂളുണ്ട്. പിന്നെ മുങ്ങാൻ കൂടെ ഇടാൻ പറ്റും. പക്ഷെ ഇവിടെ ചെറിയ സ്വിമ്മിംഗ് പൂളാണ്, പറ്റുന്നില്ല. പിന്നെ പൂളിലോട്ട് പോകാൻ പറ്റും. അമ്മേനെ ഓടിക്കോ. നമുക്ക് ഫോൺ എടുത്തിട്ട് റെഡി ആക്കിയേ. നമുക്കില്ലേ ഇത് റെസ്റ്റോറൻ്റ് ആണ്. ഇതേതാ? ഇത് മറ്റേ ബാങ്ക്, സിനിമ, ഡിസ്കോ, കാർ ഷോപ്പ്. ചുമ്മാ തന്നെ മച്ചാൻ മതി കാർ ഷോപ്പൊക്കെ വെച്ചേക്കുന്ന. കാറൊന്നും ബൈ ചെയ്യാൻ പറ്റത്തില്ല, വേറെ അടുത്തോളം പോവാന്നേ ഉള്ളൂ, പൈസ ഒന്നും കൊടുക്കണ്ട. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത് വേറെ. ഈ ഗെയിമിൽ ഏറ്റവും കൂടുതൽ ഇത് ആവശ്യമില്ലാത്ത സംഭവം എനിക്ക് തോന്നുന്നു വെച്ചാൽ. കാരണം ഇതിനകത്ത് ബൈ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റും. ഇവിടെ കയറ്റി വണ്ടി ട്യൂൺ ചെയ്യാൻ പറ്റും. കാണിച്ചു തരാം. പോയി വണ്ടി കിട്ടി കേറാ. അയ്യോ, അങ്ങനെ എടുത്തോണ്ട് പോയി. എന്ത് ചെയ്യും? ഒരു വണ്ടി കിട്ടണമല്ലോ. നാടൊരു വണ്ടി, അതെടുക്കാം. ലംബോർഗിനി നമുക്ക് വണ്ടി എടുത്തിട്ട് ഇവിടെ കയറ്റാം ട്യൂൺ. അപ്പോൾ നമ്മൾ ട്യൂൺ ചെയ്യാൻ പറ്റും നമുക്ക്. കാർ ട്യൂണിങ്
കളറ് ഇതൊന്നും വെച്ചിട്ടില്ല. ഡിഫോൾട്ട് വന്നു. നമുക്ക് ഇറക്കാം. അമ്മേ പറിച്ചോട്ടോ. ഈശ എൻ്റെ അമ്മ ഇടിച്ചു. നമ്മൾ പറത്തുവാണ് പറത്തുവാണ്. പിന്നെ നമുക്ക് ഇവിടെ കയറി ഫുഡൊക്കെ മേടിക്കാൻ പറ്റും. ക്ലോത്തിങ്ങിൽ കുറേ സ്കിന്നും ബാഗും, സ്കിന്ന് വേറിനകത്താണ് മേടിക്കാൻ പറ്റുന്നത്. സ്കിന്ന് മാർക്കറ്റിലാണ്. ഇവിടെ ഇങ്ങനെ ടെലിഫോണ്, തൊപ്പി, പിന്നെ ക്യാപ്പ്, മുഖംമൂടി, ഇതൊക്കെ എനിക്കുണ്ട്. ഇതുണ്ട്. ഇത് പിന്നെ നമുക്ക് തണുപ്പത്തിലാണ് സംഭവമാണ്. ഇതുണ്ട്. പിന്നെ ഇതിനകത്ത് കുറേ എനിക്കുണ്ട് വെച്ചാൽ മേടിക്കേണ്ട ആവശ്യമില്ല. ഈ കണ്ണാടിയുണ്ട്. പക്ഷെ കണ്ണാടി ഞാൻ വിചാരിച്ച് കണ്ണാടി നമുക്ക് കണ്ണിടാൻ പറ്റും. പക്ഷെ കണ്ണിലൊന്നും ഇടാൻ പറ്റത്തില്ല. നമ്മുടെ തലയുടെ മുകളിൽ ഇടാൻ പറ്റത്തുള്ളൂ. പിന്നെ പിന്നെ ഇത് നമ്മുടെ ഹെഡ്ഫോൺ. പിന്നെ താരത്തത് ഇതുകൊണ്ട് എനിക്ക് ഒരെണ്ണം ഉണ്ടായിരുന്നു. കാണുന്നില്ലല്ലോ ഇപ്പോൾ. അത് പോയോടാ അതിൻ്റെ ഇന്ന്. അല്ല ഉണ്ട്. ഗ്യാസ് മാസ്കാണ് വെച്ചാൽ വരെ ഗ്യാസിൽ വരുവാണെങ്കിൽ മൂക്കടിച്ച് രക്ഷപ്പെടാനുള്ള. പിന്നെ കുറേ വെറൈറ്റി ഷൂസൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ ഒന്നും ആവശ്യമില്ല. എൻ്റെ കയ്യിൽ ഏറ്റവും പവർഫുള്ളായി ഗൺ ഇതാണ്. ഇതിനേക്കാൾ നല്ല ഗൺ നമുക്ക് കിട്ടുമെന്ന് നോക്കട്ടെ. ഇപ്പം മേടിക്കണ്ട, കിട്ടുമെന്ന് നോക്കാം. ഇവിടെ ഇൻഫോ നോക്കട്ടെ. ഇത് ആദ്യമായിട്ട് കാണുന്നത്. The market is located in the city center. Here you can buy whatever you want. Large selection of furniture, clothes, and any accessories. You can large selection furniture, clothes, and any accessories. അപ്പം നമുക്ക് ഇൻഫോ ഇതാണ് വെച്ചാൽ അപ്പം നമുക്കാണെങ്കിൽ ഉള്ളിലോട്ട് കയറാം. ഈ നമുക്ക് എന്ത് മേടിക്കാൻ പറ്റും ഇവിടെ നിന്ന്. അപ്പം നമുക്ക് കയറാം. ഇവിടെ ഫർണിച്ചറൊക്കെ മേടിക്കാൻ പറ്റുന്നതാണ്. ഇവിടേക്ക് ഇരിക്കാം. ഇവിടെ നമ്മൾ ഫർണിച്ചറിൽ പോയാൽ ഇതൊക്കെ മേടിക്കാൻ പറ്റും. അപ്പോൾ ചാമാരെ കുറേ ലെങ്തായി. നമുക്ക് ഇതെല്ലാം പരിചയപ്പെടുത്തി തരാം. നമുക്കിനി അടുത്ത പാർട്ടിയിലാവാം.